വ്യാപാര മേഖലയിൽ 80 വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. ഞാനിപ്പോ ഉള്ളത് സിഗ്മ ഹോം അപ്ലയൻസിലാണ്. മറ്റുള്ളവർ ആയിരങ്ങൾ ഈടാക്കുന്ന അഡീഷണൽ വാറണ്ടി സിഗ്മ ഹോം അപ്ലയൻസിൽ തികച്ചും സൗജന്യം. അപ്പോൾ ഇനി ഒന്നും നോക്കണ്ട, കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് സന്ദർശിക്കും. എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനൈറ്റുകൾ, പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ, CP ഫിറ്റിംഗ്സ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കുടത്തിൽ MLA-ക്കെതിരെ കടുത്ത നടപടി വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നുവെന്ന പ്രതിപക്ഷ നേതാവ് വി. ഡി. സതീശൻ കൂടിയാലോചിച്ച് ഒരുമിച്ചെടുത്ത തീരുമാനമാണ് നിലവിലെ നടപടിയെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. രാഹുൽ നിയമസഭയിൽ വരുമോ എന്നത് പാർട്ടി തീരുമാനിക്കുമെന്നും അത് പിന്നീട് അറിയാമെന്നും വി. ഡി. സതീശൻ പറഞ്ഞു. അതൊക്കെ ആയിക്കോട്ടെ. അത് തീരുമാനം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം. തീരുമാനങ്ങൾ എടുക്കുകയും ഞങ്ങൾ യുനാനിമസായി എടുത്ത തീരുമാനമാണ്. കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ എല്ലാവരും കൂടിയാലോചിച്ച് എടുത്ത യുനാനിമസായിട്ടുള്ള ഏകകണ്ഠമായ തീരുമാനമാണ്. ആ തീരുമാനം പ്രഖ്യാപിച്ചത് KPCC പ്രസിഡന്റാണ്. മനസ്സിലായല്ലേ? വ്യക്തമാണല്ലോ കാര്യങ്ങൾ. അല്ലെന്ന് എന്നെ എന്തിനാ ആക്രമിക്കുന്നത്? എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും അവരുടെ ബോധ്യങ്ങളിൽ നിന്ന് ആലോചിച്ചെടുത്ത ഏകകണ്ഠമായ തീരുമാനമാണ്. ഇതിനേക്കാൾ കടുത്ത തീരുമാനം എടുക്കണമെന്നായിരുന്നു ഭൂരിപക്ഷ ആളുകളുടെ അഭിപ്രായം. പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് സസ്പെൻഷൻ നടപടി തീരുമാനിച്ചത്. എല്ലാവരും കൂടി. ആ ചാപ്റ്റർ ക്ലോസ്ഡ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ആ ചാപ്റ്റർ ക്ലോസ്ഡ് ആണ്. അതിന്റെ മീതെ ഇനി ചർച്ചയില്ല. അത് നേതൃത്വം, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം, മുൻ PCC പ്രസിഡന്റുമാർ ഉൾപ്പെടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം AICCയുടെ അനുമതിയോടുകൂടി, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അനുമതിയോടുകൂടി എടുത്ത അച്ചടക്ക നടപടിയാണ്. അതിനെ ചോദ്യം ചെയ്യുന്നത് കോൺഗ്രസുകാരും ചോദ്യം ചെയ്യില്ല. അതിന് കോൺഗ്രസുകാരും ചോദ്യം ചെയ്യില്ല. അല്ല, അതൊക്കെ പാർട്ടി തീരുമാനിക്കും. പാർട്ടി ബന്ധപ്പെട്ട ആളുകൾ അതാത് സമയത്ത് നിങ്ങൾ അറിയും. ഞാൻ അതിനൊന്നും ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ലല്ലോ. വ്യാജമാണെന്ന് നിങ്ങൾ തന്നെ പറയല്ലേ. അത് കൊണ്ട് ഇപ്പൊ നമ്മൾ ഗൂഢാലോചന നടത്തിയിട്ട് ഈ ചെറുപ്പക്കാരന്, ഒരു ചെറുപ്പക്കാരന് എനിക്കെതിരായിട്ടുള്ള ആരോപണം എന്തായിരുന്നു? ഞാൻ വഴിവിട്ടി ചെറുപ്പക്കാരനെ സഹായിച്ചെന്നായിരുന്നു നിങ്ങൾ ആദ്യം എന്നോട് ചോദിച്ച ചോദ്യം. അല്ലല്ല, നിങ്ങൾ കേക്ക്. ഈ ആരോപണം വന്ന ആദ്യത്തെ ദിവസം മാധ്യമങ്ങൾ എന്നോട് ചോദിച്ചത് നിങ്ങളല്ലേ ഈ ചെറുപ്പക്കാരനെ വഴിവിട്ട് വളർത്തിയെന്നാണ് ചോദിച്ചത്. എന്നോട് ചോദിച്ചൊരു ചോദ്യം അല്ലേ? ഇപ്പോഴത്തെ ചോദ്യം എന്താ? ഈ ചെറുപ്പക്കാരനെ തകർക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി ഞാൻ. രണ്ടുപേരാൾക്ക് ചെയ്യാൻ പറ്റുമോ? അല്ല, അത് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയല്ല. നിങ്ങൾക്ക് അറിയാലോ അതൊന്നും അല്ലെന്ന്. ഇതൊക്കെ ഇതുപോലത്തെ ഒരുപാട് നാടകങ്ങൾ ഉണ്ടാവും. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, ഇത് വി. ഡി. സതീശൻ എന്നുള്ള വ്യക്തി ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൂടിയാലോചനകൾക്ക് ശേഷം എടുത്തൊരു തീരുമാനം, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗീകാരത്തോടുകൂടി കേരളത്തിലെ KPCC പ്രസിഡന്റ് ഡിക്ലെയർ ചെയ്ത ഒരു നടപടിയാണ്. അതിനെ കോൺഗ്രസുകാരും ചോദ്യം ചെയ്യില്ല. അതാത് സമയത്ത്, ഉചിതമായ സമയത്ത് തീരുമാനങ്ങൾ വരുമെന്ന്. എന്തിനും നിങ്ങൾ അസംബ്ലി എന്താണ്? അസംബ്ലിക്കൊക്കെ ദിവസമില്ല. കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികരിക്കാത്ത മുഖ്യമന്ത്രി പിണറായി വിജയനെ വി. ഡി. സതീശൻ വിമർശിച്ചു. ആരാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത്? മുഖ്യമന്ത്രി ആരെയാണ് പേടിക്കുന്നത്? ജനങ്ങളോട് മറുപടി പറയണം. DGP അല്ല പ്രതികരിക്കേണ്ടത്, വി. ഡി. സതീശൻ പറഞ്ഞു. മാധ്യമങ്ങൾ ഇക്കാര്യം ചർച്ചയാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ആഭ്യന്തര വകുപ്പിനെതിരായ ആരോപണത്തിന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി മറുപടി പറഞ്ഞാൽ പോരാ. പോലീസ് ഗുണ്ടാ സംഘത്തിനും ക്രിമിനൽ സംഘത്തിനും മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്നുവെന്നും വി. ഡി. സതീശൻ പറഞ്ഞു. സെപ്റ്റംബർ 3-ാം തീയതിയാണ് കുന്നംകുളത്തെ പോലീസ് സ്റ്റേഷനിലെ ക്രൂരമായ പീഡനത്തെക്കുറിച്ചുള്ള വാർത്ത വന്നത്. സെപ്റ്റംബർ 11-ാം തീയതി. അതിനുശേഷം പീച്ചിയിലെ, കൊല്ലത്ത് നിന്ന്, പത്തനംതിട്ടയിൽ നിന്ന്, ആലപ്പുഴയിൽ നിന്ന്, ഏകദേശം എല്ലാ ജില്ലയിൽ നിന്നുള്ള ക്രൂരമായ പോലീസ് മർദ്ദനത്തിന്റെ വാർത്തകൾ വരികയാണ്. ഇന്നിപ്പോ രാവിലെ കണ്ടത് വയനാട്ടിൽ മാസ്ക് ശരിയായി ധരിച്ചില്ല എന്ന് പറഞ്ഞ ഒരാളുടെ മുഖം ഇടിച്ചു പരത്തിയതാണ്. ക്രൂരമായ ഇത്തരം പോലീസ് മർദ്ദനങ്ങളുടെ വാർത്തകൾ പുറത്തു വന്നിട്ടും മുഖ്യമന്ത്രി എന്തുകൊണ്ടും മൗനം പാലിക്കുന്നു? ആരാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത്? മുഖ്യമന്ത്രിയല്ലേ? ആഭ്യന്തര വകുപ്പിന് നേരെ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള രൂക്ഷമായ തെളിവുകൾ സഹിതമുള്ള വിഷ്വൽ തെളിവുകൾ അടക്കമുള്ള ആരോപണങ്ങൾ വന്നിട്ടും മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? മുഖ്യമന്ത്രി ആരെയാണ് സംരക്ഷിക്കുന്നത്? ആരെയാണ് ഭയപ്പെടുന്നത്?
ഈ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാർക്കെതിരായി അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കേണ്ട മുഖ്യമന്ത്രി ഇതുവരെ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മറുപടി പറയാതെ എവിടേക്കാണ് ഒളിച്ചോടുന്നത്? എന്തിനാണ് മുഖ്യമന്ത്രി ഒളിച്ചോട്ടം നടത്തുന്നത്? ആരെയാണ് മുഖ്യമന്ത്രി ഭയക്കുന്നത്? ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് അഭിപ്രായമില്ലേ? ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണ്, ഭരണകൂടമാണ്. ആ ഭരണകൂടത്തിനെതിരായ ആരോപണങ്ങളും ആക്ഷേപങ്ങളും വരുമ്പോൾ ജനങ്ങളോട് മറുപടി പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഭരണഘടനാപരമായ ഉത്തരവാദിത്വവും ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്നാണ് മുഖ്യമന്ത്രി ഒളിച്ചോടുന്നത്. പിന്നെ ആരാ മറുപടി പറയേണ്ടത്? DGP മറുപടി പറഞ്ഞാൽ മതിയോ? പിന്നെ രാഷ്ട്രീയ നേതൃത്വം വേണ്ടല്ലോ, ഭരണ നേതൃത്വം വേണ്ടല്ലോ, ഉദ്യോഗസ്ഥന്മാർ ഭരിക്കട്ടെ. DGP മറുപടി പറഞ്ഞാൽ മതിയെങ്കിൽ അപ്പൊ മുഖ്യമന്ത്രി ഞാനൊന്നും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ കേരളത്തിലെ മാധ്യമങ്ങൾക്ക്. നമ്മളാരെങ്കിലും ഒരു ദിവസം വൈകിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് മറുപടി പറയാൻ വേണ്ടിയിട്ട്. ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രി മറുപടി പറയാഞ്ഞിട്ട് ഏതെങ്കിലും മാധ്യമങ്ങൾ ഒരു പ്രശ്നമില്ലല്ലോ ആർക്കും. എന്തുകൊണ്ടാണ് ഇത് പറയാതിരിക്കുന്നത്? ഇത്രയും ക്രൂരമായ സംഭവങ്ങൾ, ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മറുപടി പറയണ്ടേ? ഒരു ചർച്ചയില്ലല്ലോ, ഒരു മാധ്യമ ചർച്ചയില്ലല്ലോ, ഒരു വൈകുന്നേരത്തെ ചർച്ചയില്ലല്ലോ. എന്തുകൊണ്ട് മുഖ്യമന്ത്രി മറുപടി പറയുന്നത്? ഞാൻ ഗൌരവത്തോടെയാണ് ചോദിക്കുന്നത്. പിന്നെ ഏത് കാര്യത്തിനാണ് മറുപടി പറയുന്നത്? എന്തിനാണ് ഇങ്ങനെ ഒളിച്ചോടുന്നത്, പേടിച്ചോടുന്നത്? ഞങ്ങളതിന്റെ പുറകെയുണ്ട്. എവിടെ ഓടിയാലും രക്ഷപ്പെടില്ല. ഇതിനകത്ത് ഉത്തരം പറയിപ്പിക്കാൻ ഈ മുഖ്യമന്ത്രിയെ കൊണ്ട്, ഗവൺമെന്റിനെ കൊണ്ട് ഉറപ്പായിട്ട്. ഇതാ ആര് ശിവൻകുട്ടി അല്ലല്ലോ മറുപടി പറഞ്ഞത്. അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കട്ടെ മര്യാദയ്ക്ക്. അദ്ദേഹം അത് നോക്കിയാൽ മതി. ആഭ്യന്തര വകുപ്പിനെ കുറിച്ചുള്ള ആരോപണത്തിന് മുഖ്യമന്ത്രി മറുപടി പറയണം. ഇത് നിങ്ങൾ കെട്ടിപ്പൊക്കെയാണോ മാധ്യമങ്ങൾ? ആണോ? ഇത് വിവരാവകാശ നിയമപ്രകാരം പോലീസ് സ്റ്റേഷനിലെ വിഷ്വൽ RTI ആക്ട് അനുസരിച്ച് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ തെളിവാണ്. പോലീസിന്റെ കയ്യിലുണ്ടായിരുന്ന പോലീസ് സ്റ്റേഷനിലെ വിഷ്വലാണ്. അതാണ് ഞങ്ങളുണ്ടാക്കിയ മീഡിയ. ഞങ്ങളിങ്ങനെ കുറെ പോലീസുകാരെ വേഷം കെട്ടിച്ചു കൊണ്ടുവന്നിട്ട് ഈ പയ്യനെ ഇടിക്കുന്ന വിഷ്വല് പ്രതിപക്ഷം ഉണ്ടാക്കിയതാണോ, മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണോ? ഇത് വിവരാവകാശ, അത് ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ പറയാം. ഇങ്ങനെയുള്ള ആളുകളൊക്കെ മന്ത്രിയായിരുന്നുള്ള സ്ഥിതി എന്താണ്? വ്യാപാര മേഖലയിൽ 80 വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. ഞാനിപ്പോ ഉള്ളത് സിഗ്മ ഹോം അപ്ലയൻസിലാണ്. മറ്റുള്ളവർ ആയിരങ്ങൾ ഈടാക്കുന്ന അഡീഷണൽ വാറണ്ടി സിഗ്മ ഹോം അപ്ലയൻസിൽ തികച്ചും സൗജന്യം. അപ്പോൾ ഇനി ഒന്നും നോക്കണ്ട, കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് സന്ദർശിക്കും. എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനൈറ്റുകൾ, പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ, CP ഫിറ്റിംഗ്സ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സിദി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ.